സത്യഭാമ താങ്കളുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ താങ്കളുടെ ശിഷ്യയ്ക്ക് ഒന്നാം സമ്മാനം കൊടുത്തതിനെ അഭിനന്ദിച്ചുകൊണ്ട് താങ്കൾ ടെലിഫോണിൽ സംസാരിച്ചു. പിന്നീട് അബുദാബിയിലെ ജഡ്ജായിരിക്കുന്ന സമയത്ത് താങ്കളുടെ ശിഷ്യയ്ക്ക് സമ്മാനം കൊടുക്കാത്തപ്പോൾ താങ്കൾ വേറൊരു ടോണിൽ അവരോട് സംസാരിച്ചു എന്ന്. അതിനുശേഷം താങ്കൾ അവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം താങ്കൾ പുറത്തു വിട്ടു എന്നും അതുകൊണ്ടാണ് അവർക്ക് കലാമണ്ഡലം പുറത്ത് വിട്ടു പോകേണ്ടി വന്നത് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. താങ്കളുടെ വെർഷൻ എന്താണ് അക്കാര്യത്തിൽ? ഇതിലാദ്യമേ തന്നെ പറയട്ടെ, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മത്സരം എൻ്റെ വളരെ സാമ്പത്തികം കുറഞ്ഞ ഒരു കറുത്ത കുട്ടി തന്നെയാണ് അവിടെ മത്സരിച്ചത്. ആ കുട്ടി ലക്ഷ്മി എന്നാണ് അവളുടെ പേര്. ആ കുട്ടി ആദ്യം ഭരതനാട്യം മത്സരിച്ചു. എല്ലാവരും പറഞ്ഞു അവൾക്കാണ് ഒന്നാം സ്ഥാനം കിട്ടേണ്ടതെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയില്ല. പിന്നെ കുച്ചിപ്പുടി മത്സരിച്ചു. അതിലും ആ കുട്ടിക്ക് ഒന്നാം സമ്മാനം കിട്ടിയില്ല. അതോടുകൂടി അവിടുത്തെ കല പഠിപ്പിക്കുന്ന അധ്യാപകരും കണ്ടു നിന്നവരും അപ്പാടെ ഇളകി. അതിനുശേഷമാണ് മൂന്നാമത് വന്ന മോഹിനിയാട്ടത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നത്. അതിനുശേഷം കേരള നടനം ആ കുട്ടി കളിച്ചു. ആ കുട്ടീനെ പിന്നിലേക്കാക്കി. ഇങ്ങനെ കേവലം മത്സരിച്ച 4 ഇനങ്ങളിലും സമ്മാനം നേടാൻ അർഹതയുണ്ടായിട്ടും കേവലം ഒരു ഇനത്തിലാണ് ആ കുട്ടിക്ക് സമ്മാനം കൊടുത്തത്. അന്ന് അവൾക്ക് നഷ്ടപ്പെട്ടത് കലാതിലക പട്ടമാണ്. അവൾ ജീവിതത്തിൽ മോഹിച്ചിട്ട് ഇവിടുന്ന് ഡിസോണൊക്കെ കഴിഞ്ഞിട്ടാണ് ആ കുട്ടി അവിടേക്ക് മത്സരിക്കാൻ പോകുന്നത്. ആ കുട്ടിക്ക് എല്ലാ സാമ്പത്തിക സഹായങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തിട്ടാണ് ഞാൻ ആ കുട്ടിയെ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. പക്ഷേ ഈ സ്ഥലത്തൊന്നും ഞാൻ മത്സരവേദിയിലേക്ക് എവിടെയും ഞാൻ പോകാറില്ല. ഇനി ഇവർ പറയുന്ന വിരോധാഭാസം, ഇവരെ ഞാൻ വിളിച്ചു എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം ഇവരെ എന്നെയാണ് വിളിക്കുന്നത്. രാമകൃഷ്ണൻ്റെ ആ കുട്ടി മോഹിനിയാട്ടം അസലായിട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അഭിനന്ദിച്ചാണ് അവർ വിളിച്ചത്. പിന്നെ മറ്റൊരു കാര്യം, ദുബായിൽ നടന്ന കലോത്സവത്തിൻ്റെ കാര്യം. ഈ ദുബായിൽ നടന്ന കലോത്സവം കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ അങ്ങോട്ട് വിളിച്ചു. സത്യമാണത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ചെയ്ത ഇനം വളരെ തെറ്റായിട്ടാണ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നും അത് നിങ്ങളുടെ മാഷ് വരുത്തി വെച്ച തെറ്റാണ്, അതുകൊണ്ട് കുട്ടിക്കല്ല അതിൻ്റെ കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെക്കുറിച്ച് എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ ഈ കുട്ടിയോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്നെ 2016 ശേഷം സ്ഥിരമായി ഞാൻ എവിടേക്ക് ജഡ്ജ്മെൻറ്റ് പോയാലും ജഡ്ജ്മെൻറ്റ് പോകണുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവരെന്നെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഓരോ പരിപാടികളെ കാര്യം ചോദിച്ച് വിളിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങൾ നടത്തുന്ന 2 പേര് തന്നെയായിരുന്നു ഞങ്ങൾ. പക്ഷേ ആ ഘട്ടത്തിൽ താങ്കൾ വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് സംസാരിച്ചത് എന്നാണ് പറയുന്നത്. മനുസ്മൃതിയിൽ ഇങ്ങനെയുണ്ട്, ബ്രാഹ്മണ പുരോഹിതന്മാരോട് അവരുടെ ചുമതലകളെ കുറിച്ച് ഗർവോടുകൂടി ഒരു ശൂദ്രൻ ഉപദേശം നൽകിയാൽ രാജാവ് അവന്റെ വായിലേക്കും ചെവിയിലേക്കും തിളപ്പിച്ച എണ്ണ ഒഴിക്കാൻ കൽപ്പിക്കണം. അധ്യായം 8 സൂക്തം 272. ഈ ശബ്ദരേഖയാണ് പുറത്തേക്ക് പോയിട്ടുള്ളത് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്. ഈ ശബ്ദരേഖയെ ഒട്ടുമിക്ക ആളുകളും ഇത് കേട്ടതാണ്. ഞാൻ എങ്ങനെയാണ് ഈ ടീച്ചറോട് സംസാരിച്ചിരിക്കുന്നത്, ഒരിക്കൽ പോലും കയർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു ഗുരുനാഥ എന്ന രീതിയിൽ അവരെ ധിക്കരിച്ച് സംസാരിക്കുന്ന ഒരു ശബ്ദരേഖ ആ ശബ്ദരേഖയില്ല. കാരണം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല. നമ്മൾ ചിലപ്പോൾ കള്ളം പറയുമായിരിക്കും. ആ ശബ്ദരേഖ എല്ലായിടത്തും ലീക്ക് ഔട്ടായി പോയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഞാൻ അവരെ മോശമായിട്ട് ഞാൻ അവരെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷെ അവരെന്നോട് തട്ടിക്കയറുകയും നീ ഇന്ന് ചാനൽക്കാരോട് പറഞ്ഞ പോലെ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ മേലാക്കം എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്, നിന്നെ ഞാൻ കാണിച്ചു തരാടാ, നിൻ്റെ PhD ഒക്കെ ഞാൻ ചെയ്തത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവരെ ഫോൺ സംഭാഷണം കട്ട് ചെയ്തത്. അപ്പോഴും ഞാൻ വളരെ മിതമായ രീതിയിൽ തന്നെയാണ് ആ ഫോൺ സംഭാഷണത്തിൽ സംസാരിച്ചിട്ടുള്ളതെന്ന് അത് കേട്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ബോധ്യമാവും. അതോടുകൂടിയാണ് അവർക്ക് കലാമണ്ഡലം ഇറങ്ങേണ്ടി വന്നത്. ഒരിക്കലുമല്ല. ഇന്നത്തെ നമ്മളുടെ ആ ഇൻ്റർവ്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ കാരണങ്ങളല്ല അവർ കലാമണ്ഡലം വിട്ട് പുറത്തു പോകാൻ കലാമണ്ഡലം അധികാരികൾ അവർക്ക് കൊടുത്ത കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയും. ആ കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് അവർ അതേ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഭരണസമിതി അംഗം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളൊരു പോസ്റ്റല്ല. ഒരു 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്ന ഭരണസമിതി അംഗങ്ങളെ മാറ്റാനും കൂട്ടാനും ഉള്ള അവകാശം അതത് സർക്കാരുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ 2 വർഷം കഴിയും. ഇപ്പോൾ കലാമണ്ഡലം ഭരണസമിതിയിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ആരൊക്കെയോ വരികയും ആരൊക്കെയോ പോവുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗങ്ങളും ഇടയ്ക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതിങ്ങനെ എൻ്റെ പേര് പറഞ്ഞിട്ടല്ല അവരതിനെ പുറത്താക്കിയിട്ടുള്ളത് എന്നുള്ള വിശദീകരണം അവർ തന്നെ ആ ചാനലിൽ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ സമയത്ത് AK ബാലനായിരുന്നു മന്ത്രി. AK ബാലന് ശബ്ദരേഖ കിട്ടി. അപ്പോൾ അവിടെ
അവിടുത്തെ സത്യഭാമ എന്ന് പറയുന്ന ആർട്ടിസ്റ്റുമായി അല്ലെങ്കിൽ നർത്തകിയുമായി ആ നർത്തകിയെക്കുറിച്ച് പറഞ്ഞു, അവരുടെ ഭർത്താവായിട്ടുള്ള കഥകളി ആശാനെക്കുറിച്ച് പറഞ്ഞു എന്ന് കണ്ടിട്ട് അവരെ വളരെ നിര്യാതന ബുദ്ധിയോടുകൂടി ഒഴിവാക്കുകയായിരുന്നു എന്നാണ്. ശരി, ശ്രീ ആർ എൽ വി രാമകൃഷ്ണൻ, അക്കാര്യത്തിൽ താങ്കളുടെ എന്തായാലും അവർ ആ വിഷയത്തിൽ കേസ് കൊടുത്തു താങ്കൾക്കെതിരെ. എന്നെ നിരന്തരം കേസ് കൊടുത്ത് പീഡിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു കാരണം കൊണ്ട് തന്നെ 3 കേസ് കൊടുത്തു. ഒരു കേസ് കോടതി തള്ളിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ക്രിമിനലും സിവിലുമായിട്ട് 2 കേസ് കൊടുക്കുകയാണ്. ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഞാൻ ഈ കേസുമായിട്ട് ഇപ്പോഴും ഞാൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Debate with M. V. Nikesh Kumar.